ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആരവം 2009-2010 വർഷത്തെ SLC ബാച്ചിൻ്റെ റീയൂണിയൻ ആണ് നടക്കുന്നത്. ഇന്ന് ഈ സമയത്ത് ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഞങ്ങളുടെ സഹപാഠികളായ വിനു ആൻഡ് മനു, അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകനായ രവി സാർ, അവരെ ഈ നിമിഷത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇവിടെയാണ് നമ്മൾ 1ാം ക്ലാസ് പഠിച്ചത്. ഇതിലൊരു അത്തിപ്പഴം പോലെ സാധനം ഉണ്ടായിരുന്നു, കല്ല് ചെറിയ, നമ്മൾ ഓർമ്മയില്ലേ? ഇതില് അത്തിപ്പഴം സാധനം ഉണ്ടായിരുന്നു. ഇനി റെജിലിന്റെ വിശ്വാസം കിട്ടൂല. എല്ലാരും കളിയാക്കി എന്നോട് മിണ്ടില്ല. ഞാൻ വരുമ്പോ രാജുവിന്റെ സൈഡൊക്കെ തരുന്നു. ഇവിടെ ഞാനുണ്ടെന്ന് ഞങ്ങൾ ചായയൊക്കെ എടുക്കാൻ വേണ്ടി വന്ന വീത്തിൻ്റെ വീട്ടിലാണ് ചായ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനും റിയാസും ഇതിനും കൂടിയാണ് പോയത്. എല്ലാറ്റിനും ആദ്യമായി കേൾക്കേണ്ടത് സ്വാഗതം എന്ന മധുരവാക്കാണ്. ഇന്ന് നമ്മെ ഒരുമിച്ച് കൊണ്ടുവന്ന സംഗമത്തിന് ഔദ്യോഗികമായി സ്വാഗതം പറയാൻ ആദിര VS-നെ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതൊരു നീണ്ട 15 വർഷം, ഒരു കാലയളവ് എന്ന് പറയുന്നത് 15 വർഷം നമ്മളിവിടെ പഠിച്ചു തുടങ്ങിയത് 1 മുതൽ പഠിച്ചവരാണ് മിക്കവാറും, അല്ലേ? 1ാം ക്ലാസ് മുതൽ
അതെ 1 മുതൽ 10 വരെ ഞങ്ങളുടെ ഒരു ജീവിതത്തിന്റെ പാർട്ടായിരുന്നു ഈ സ്കൂള്. ഞങ്ങൾക്ക് നല്ലൊരു ഓർമ്മകൾ ഉണ്ടായിരുന്നു, ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി മധുരമുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ 2009 and 10 ബാച്ചാണ്. ഇവിടുന്ന് ഞങ്ങൾ പടിയിറങ്ങുമ്പോൾ എവിടെ എത്തുന്നുള്ള പ്രതീക്ഷയില്ല, എവിടെ പോകും, എങ്ങനെയായിരിക്കും ജീവിതം, എങ്ങനെയായിരിക്കും ലൈഫ്, എങ്ങോട്ട് പോകുന്നു ഒരു പിടുത്തമില്ല. പക്ഷെ ഇവിടുന്ന് ഏറ്റവും നല്ല മധുരമുള്ള ഓർമ്മകളായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നത്. താങ്ക് യു അതിന. അടുത്തതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ പേര് ഇവിടെ മിസ്സിംഗ് ആന്ന് പറഞ്ഞു. അത് നമുക്ക് സങ്കടമുണ്ട്, എന്നാൽ നമുക്ക് മറക്കാൻ കഴിയാത്ത നമ്മുടെ 2 കൂട്ടുകാരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മനു ആൻഡ് വിനു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, ചെറുപ്പകാലം മുതൽക്ക് തന്നെ നമ്മോടൊപ്പം കഴിച്ചും പഠിച്ചും വളർന്ന 2 ആൾക്കാരാണ് മനു വിനു. നമ്മോടൊപ്പം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ രവി സാറ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദി എന്ന് കേൾക്കുമ്പോൾ തന്നെ LP സെക്ഷനിലെ നമുക്ക് പ്രിയപ്പെട്ട ഒരു സാറായിരുന്നു. നമ്മോടൊപ്പം എന്താ പറയുക, കഴിക്കാനും കൂടും ചിരിക്കാനും കൂടും, അതുപോലെ നല്ലപോലെ നുള്ളും തന്ന് നമ്മളെ അങ്ങനെ ഹിന്ദി അക്ഷരങ്ങളൊക്കെ ആദ്യമായി കുറിച്ച് തന്ന വ്യക്തിയാണ് സാറ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൗനമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ആരവം 2K25 ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓർമ്മകളെയും സൗഹൃദങ്ങളെയും ഒരുമിക്കുന്ന ഈ ഒരു വേളയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2 വാക്ക് സംസാരിക്കാനായി ഞാൻ സോമൻ സാറെ ക്ഷണിക്കുന്നു. എൻ്റെ ഹൃദയമായ നമസ്കാരം. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഉദ്ഘാടന വേളയിൽ നമ്മോട് ഇനി ടീച്ചേഴ്സ് കുറവാണ്, നമ്മൾ വിളിച്ച അത്രയും പേര് ഇവിടെ എത്തിയിട്ടില്ല, സ്റ്റുഡൻസും കുറവാണ്. എന്നാൽ സ്വാഗതം ചെയ്യും. നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, നബിദിന ദിനാശംസകൾ, അതോടൊപ്പം ചതയദിന ആശംസകളും നേരുന്നു. അല്ലേ, ഇന്ന് ചതയദിനല്ലേ? ശ്രീനാരായണ ഗുരുവിൻ്റെ ചതയദിനാശംസകളും നേരും. അതോടൊപ്പം ഇന്നൊരു പ്രത്യേക ദിനം കൂടിയാണ്. ഈ കടത്ത ഞാൻ പറയുന്നില്ല, ഫിസിയോതെറാപ്പി ദിനം കൂടിയാണ്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥിക്കുന്നു. സാറ്, സോമൻ സാർ, പിന്നെ എൻ്റെ മുതിർന്ന കുട്ടികളെ എന്ന് ഞാൻ വിളിക്കാം. ശശി സാറ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഓർമ്മ വരികയാണ്. ഞാൻ 81 അടുത്തതായി സോമൻ സാർ നമ്മളോട് സംസാരിച്ചതാണ്, എന്നാലും സാറിന് എന്തെങ്കിലും മനോഹരമായ അനുഭവവും സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഒരു റൗണ്ട് വന്നു, അടുത്ത സെക്കൻഡ് റൗണ്ടാണ്, ഇനിയും വരും. ഇടയ്ക്കിടയ്ക്ക് വാക്കുകളും ശബ്ദങ്ങളും കൊണ്ടും ഉള്ള ആക്രമണം പ്രതീക്ഷിക്കാം. വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളിൽ പലരെയും കാണുമ്പോൾ ഇപ്പോൾ അത്ഭുതം തോന്നുന്നു, ഇവരൊക്കെ എവിടെയായിരുന്നു? അതും ഇനി എനിക്കാണോ അങ്ങനെ പറ്റിയത്? ഞാനാണോ ഈ നാട് വിട്ടുപോയത്? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ താമസം കല്ലുവയെ വീട്ടച്ഛനല്ലേ? കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും
അടുക്കളയിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഇപ്പോൾ എനിക്ക് നിങ്ങളിൽ പലരെയും പോലെ, ഇനി നിങ്ങൾക്കറിയില്ല, ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്, നിങ്ങൾക്ക് പാചകം അറിയില്ല എങ്കിൽ പാചകം അറിയില്ല. എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായാലും ശരി, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇന്നത്തെ നമ്മുടെ കുടുംബ ജീവിത സംവിധാനം അനുസരിച്ച്, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തലം അനുസരിച്ച്, ഇന്ത്യയുടെ മുഴുവൻ ഞാൻ പറയുന്നില്ല, കേരളത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് സ്ത്രീയും പുരുഷനും ഒരുപോലെ ഗ്രഹാന്തരീക്ഷത്തിൽ എന്തൊക്കെ ജോലികളുണ്ടോ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിക്കുകയും പരസ്പരം ഷെയർ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ അത്യാവശ്യം കഞ്ഞി വെക്കുക, അല്ലെങ്കിൽ ബിരിയാണി വെക്കുക, അതല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുക, അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം മാത്രമായിട്ട് പഠിക്കരുത്. മുഴുവൻ കാര്യങ്ങളും പഠിക്കുകയും അത് വളരെ നല്ല രീതിയിൽ അത് ചെയ്ത് എല്ലാവർക്കും സെർവ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ ആർജിക്കണം. കാരണം ഒറ്റയ്ക്ക് നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോഴും അല്ലാതെ വരുന്ന അവസരത്തിലും നാളെ നമ്മുടെ കുടുംബത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും ഭക്ഷണം പാകം ചെയ്യുക എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാകാത്തൊരു കാര്യമാണ്. അമ്മ, അച്ഛൻ, അവരുടെ അമ്മമാരോ അച്ഛന്മാരോ അതുപോലുള്ളവർ ഒപ്പം ആ ഒരു ഡെവലപ്മെൻറ്റും ഒക്കെയാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ഡെവലപ്മെൻറ്റ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്, നിങ്ങൾ മൊബൈൽ ഫോണിനകത്ത് കാണുന്ന ഒരു അത്ഭുത ലോകമുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന പല ഞാൻ പിന്നെ 10th പിന്നെ സത്യത്തിൽ എന്നാ പിന്നെ സാറിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്തായാലും ആ പിന്നെ ബാത്റൂമില്ലേ, ബാത്റൂം പെൺകുട്ടികളുടെ ബാത്റൂം ഉണ്ട്, അവിടെ ഉള്ള പിന്നെ അറ്റത്തുള്ള ക്ലാസ്സിലായിരുന്നു. ആണ് അല്ല 10B ഇവിടെയുണ്ട്. ഞാന് പിന്നെ 1 മുതൽ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. 1 മുതൽ പിന്നെ +2 വരെ ഇവിടെ തന്നെയാണ് പഠിച്ചിരുന്നത്. 10 കഴിഞ്ഞ് പിന്നെ +1 +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ ആദ്യം ഞാൻ പിന്നെ താമസം തൗരിമലായിരുന്നു. പിന്നെ ഞങ്ങൾ ചുള്ളിയോടിലേക്ക് താമസം മാറി. പിന്നെ ഒരുപാട് ഓർമ്മകൾ അയവർക്കാനുള്ള ഒരു പിന്നെ കലാലയമായിരുന്നു ആനപ്പാറ സ്കൂൾ എന്നത്. അതിൽ പിന്നെ ഓർമ്മകൾ എന്ന് പറയാനുള്ളത് ആദ്യം PT സാറ് നല്ലൊരു അടികളായിരുന്നു. അത് സാറിന് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് നല്ലോണം ഓർമ്മ ഉണ്ട്. അതിനുള്ള കാരണക്കാരും ഞങ്ങളായിരുന്നു. പിന്നെ ആ സാഹചര്യം എന്ന് വെച്ചാല് 8ൽ പഠിക്കുമ്പോഴല്ലേ, 8ൽ പഠിക്കുമ്പോ ഞങ്ങള് ഈ ക്ലാസ്സിലായിരുന്നു. അപ്പൊ അന്ന് പിന്നെ ഒരു പിന്നെ ക്ലാസ്സിൽ യാദൃശ്ചികമായിട്ട് സ്കൂളിൽ ബോംബ് വെച്ചു എന്നുള്ളത് ഒരു പിന്നെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ സ്ഥലം വിട്ടു. അങ്ങനെ പിന്നെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഞങ്ങൾ 2-3 ആൾക്കാർ ഇത് പിന്നെ ഒരു പിന്നെ തുണ്ടിൽ എഴുതിയിട്ട്, ഒരു കടലാസിൽ എഴുതിയിട്ട്, വെറുതെ ഒരു തമാശക്ക് വേണ്ടിയിട്ട് കടലാസിൽ ഇന്നത് എഴുതിയിട്ട് പിന്നെ അൽഫൈദാണ് അങ്ങനെ എന്തുവാണ് എഴുതി വെച്ചതെന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഒപ്പ് ഇട്ടിട്ട് ഇവിടെ വലിച്ചു. പിറ്റേ ദിവസവും ഈ കടലാസൊക്കെ പിടിച്ചു. പിന്നെ സ്കൂളിൻ്റെ റൂം തുറന്നപ്പോൾ അവിടെ ഉണ്ട് ഈ സംഭവം എഴുതിയിരിക്കുന്നത്, സ്കൂളിൽ ബോംബ് വെച്ചു. അന്നേ ദിവസം ഉണ്ട് പിന്നെ ബോംബ് സ്ക്വാഡും വട്ടികളും മറ്റേ തെരയുന്ന സാധനല്ലേ അതൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കൂടെ പൂര ആളല്ലേ. പിന്നെ സംഭവം എല്ലാവരും പിടിച്ചത് ഈ കടലാസൊക്കെ പിടിച്ചു കേട്ടോ, വലിച്ചെറിഞ്ഞ കടലാസൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം മുതൽ
പിന്നെ ഞാൻ രാവിലെ സ്കൂളിലേക്ക് വരും. സ്കൂളിലേക്ക് വന്നിട്ട് പിന്നെ ലിയാസിന് പിന്നെ ആരുണ്ടായിരുന്നേ ഓർമ്മല്ല, സ്കൂളിലേക്ക് വിളിപ്പിച്ച് രാവിലെ ഈ അടികൊള്ളലാ പരിപാടി. അന്ന് സസ്പെൻഷൻ കിട്ടിയ കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അതിൽ എനിക്ക് സസ്പെൻഷൻ കിട്ടിയില്ല, അടി നല്ല കിട്ടിയില്ല. അങ്ങനെയൊക്കെ കുറേ ഓർമ്മകളും പിന്നെ ചെറുപ്പം മുതലേ ഇവിടെ തന്നെ ആയിരുന്നല്ലോ. ഇപ്പം ഒരുപാട് പിന്നെ പണ്ട് അരിച്ചാക്കിൻ്റെ പിന്നെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ മോളിൽ കൂട്ടൊക്കെ ഓട്ടി മറ്റേ ഷർട്ടിൻ്റെ കീശൊന്നും ഉണ്ടാവില്ല വീട്ടിലെത്തുമ്പോൾ പൂരം പിന്നെ ഉഴക്കായിരുന്നു ഉമ്മാൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിരുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ഇത് സ്പോർട്സിൽ പിന്നെ ഉണ്ടായിരുന്നു, ആർട്സിലുണ്ടായിരുന്നു, ഒരുപാട് പിന്നെ അനുഭവങ്ങളുണ്ട്. അങ്ങനെ കുറേ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഷൈസാറെ ഞാൻ കണ്ടിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ബത്തേരി ഒരു IT ഇതിലേക്ക് പഠിക്കാൻ പോയി. പിന്നെ അതിൻ്റെ ശേഷം BSNL ഒരു 3.5 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഗൾഫിലേക്ക് പോയി. BSNL ഒഴിവാക്കി ഗൾഫിലേക്ക് പോയി, കുവൈത്തിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം കൊറോണ വന്നിട്ട് അതിൻ്റെ ശേഷം പിന്നെ സൗദിയിലേക്ക് പോയി. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നു ക്യാഷ്യറായിട്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടിയാണ്, 3 വയസ്സുണ്ട്. പിന്നെ വൈഫ് അമ്പലാലുകാരിയാണ്, അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു സന്തോഷത്തോടു കൂടി. ഇതിൻ്റെ കാര്യം പറയാതെ ഒരിക്കലും ഈ ആനപ്പാറ സ്കൂളിൻ്റെ ചരിത്രം എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല. ക്ലാസ്സിലായിരുന്നു അല്ല സംഭവം പിന്നെ അത് ജോമനൊക്കെ ഒരുപാട് പറയാണ്ടാവും, പക്ഷെ ഇങ്ങോട്ട് വരണം പറയണമെങ്കിൽ. അങ്ങനെ ഒരുപാട് പിന്നെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ സാറുമാരെ മുന്നിലിരുന്നിട്ട് അത് പറയുന്നതായിരിക്കും നല്ലത്. 3 ദിവസമായിട്ട് അവനെ കാണുന്നില്ല. എന്നിട്ട് ഒരു ദിവസം വിളിച്ച് സ്വകാര്യത്തിൽ ചോദിച്ചപ്പോൾ അവൻ മിണ്ടിയില്ല. പിന്നെ പോലീസൊക്കെ വന്ന് കേസ് ഒഴിവാകുമെന്ന് പറഞ്ഞപ്പോൾ അവന് കരഞ്ഞു പറഞ്ഞു, സാറേ ഞാൻ അറിയാതെ എഴുതിപ്പോയി. അതിൻ്റെ പേരിൽ ഞാനും മാമമാഷും വേണ്ടി ഉടക്കേണ്ടി വന്നു. ഷാവ് കൗൺസിൽ യോഹിക് സാറിൻ്റെ കുട്ടിയാണ് ജോമോൻ, അവനാ കാണിച്ചതെന്നും പറഞ്ഞു. ഒന്നൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇങ്ങനെ സ്റ്റാഫ് കൗൺസിലൊക്കെ ചേർന്ന് ഇവരൊക്കെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരു കാരണവശാലും പുറത്താക്കരുതെന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, സുഗുലാൽ സാർ. ഓർക്കുന്നുണ്ടോ? മാത്സ് എടുത്ത നമ്മളെ സുഗുലാൽ സാറാണ് ഒരു കാരണവശാലും കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കരുതെന്ന് പറഞ്ഞ് ശക്തിയായിട്ട് വാദിച്ച സാറാണ്. ആ സാറിന് ഈ സമയത്ത് ഓർക്കുന്നുണ്ടാവും അല്ലേ? സാറിനാണ് നമുക്ക് ഈ സമയത്ത് പെട്ടെന്ന് വന്നപ്പോൾ എന്താ പറയണമെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഈ പറയണ്ട ഈ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, കുഞ്ഞുണ്ട്, മക്കളൊക്കെ കഴിച്ചിരുന്നത്. പിന്നെ +2 പഠിച്ച ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ശേഷം പഴശ്ശിരാജ കോളേജിൽ ഡിഗ്രി BA എക്കണോമിക്സ് ആയിരുന്നു. ഇപ്പോൾ നിലവിലൊരു വണ്ടിയുണ്ട്, ഇപ്പോൾ ടീലിൻ്റെ പരിപാടിയായിട്ട് അങ്ങനെ പോകുന്നു. വേറെ പ്രത്യേകിച്ച് ഏതാ ഒരിക്കൽ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ആൾക്കാർ പേരൊന്നും പറയുന്ന എല്ലാവരും കൂടി ക്ലാസ് റൂമിൽ അങ്ങ് ചെന്നിരുന്നപ്പോൾ തമാശയ്ക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. അല്ല, അന്ന് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അത്രേ ഉള്ളൂ സാർ. ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കും. അപ്പോൾ അന്നങ്ങനെ രസത്തിൽ എഴുതി. പക്ഷെ അന്ന് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു. ഞാൻ വിളിച്ചു ഇതോടുകൂടി ലോകം അവസാനിച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ മനസ്സിലായി അതുപോലെ സംഭവങ്ങൾ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാനും. ഇപ്പോൾ ഇത്രയും ആൾക്കാരെ ഓർക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു ജോമാൻ. അത് ലാസ്റ്റ് പറയാൻ കുഴപ്പമില്ല. ഞാൻ ദിവ്യ PB ഫുൾ നെയിം. അനുഭവം പറയാൻ കുറേ ഉണ്ട്. എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു പഠിപ്പി. എപ്പോഴും ഹൈറ്റ് കാരണം ബാക്ക് ബെഞ്ചിലായിരിക്കും ഇരിക്കുക. ബാക്ക് ബെഞ്ചിൽ ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് അന്നത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നാലും ആദ്യം എപ്പോഴും അടുത്ത് വന്നിരിക്കുകയായിരുന്നു.
എന്താ പറയുക, മുമ്പിലാണ് അവിടെ ഇരിക്കേണ്ടതെന്നാൽ ബേക്കിൽ വന്ന് ഞങ്ങൾ കൂടി ഇരിക്കുകയായിരുന്നു. ചെറിയ ചെറിയ കച്ചറകളൊക്കെ കാണിക്കുമായിരുന്നു. പിന്നെ 1ാം ക്ലാസ്സിലെ രമേഷ് സാറ് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, ഒരു മാമ്പഴത്തിൻ്റെ പാട്ടൊക്കെ നമുക്ക് എപ്പോഴും പാടിത്തരുമായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് സാറിൻ്റെത്. ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാൻ കരഞ്ഞു. 1ാം ക്ലാസ്സിലാകുമ്പോൾ എല്ലാവർക്കും അറിയും, ഞാൻ കുറച്ച് കൂടുതലായിരുന്നു തോന്നുന്നു. സാറപ്പോൾ റൂമില് 2-3 കുട്ടികളുണ്ട്. എന്റെ കരച്ചിൽ കാരണം സാറിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ക്ലാസ്സിലാക്കിയിട്ട് വേണം ചേച്ചിക്ക് പോകാന്. അപ്പൊ എന്നെ ക്ലാസ്സിലാക്കിയിട്ട് സാർ എന്ത് ചെയ്തു, ചേച്ചി പോകുന്നവരെ എന്നെ പൂട്ടിയിട്ടു. അതെനിക്കൊരു അനുഭവം, ഞാൻ മറക്കില്ല അത്. സാറിന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ രവി സാറ് മറക്കാൻ പറ്റില്ല. അധ്യാപകരിൽ നമുക്ക് എന്താ കൂടുതലായിട്ടും നമ്മളെ പേടിയുള്ള അധ്യാപകർ കുറേ പേരുണ്ടാവും. എന്നാലും രവി സാർ നമ്മൾ പേടിച്ചിട്ടുണ്ട് സാറിന്. അതുപോലെ സാറ് തമാശ പറയാൻ എല്ലാത്തിനും നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ സാറിനെയൊക്കെ ഓർക്കുന്നു. അതുപോലെ സോമൻ സാറ് എന്തേലും ഒരു പോയിന്റ് സാറ് പറയുന്നു, പിന്നെ സാറ് പിന്നീട് വേഗം കഴിയും. സാർ ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബെല്ലടിക്കും. സാർ അടിപൊളി ക്ലാസ് ആണ് സാറിൻ്റെത്. നമുക്കൊരു സംശയം ഉണ്ടാവില്ല ആ ഒരു കാര്യത്തെ പറ്റിയിട്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് രാവിലെ മനസ്സിലായി. അങ്ങനെ അടിപൊളി ക്ലാസ് ആയിരുന്നു സാറിൻ്റെത്. പിന്നെ പൗലോ സാറിന്റെ ആയിരുന്നു തോന്നുന്നില്ല, ലിയാസ് കോപ്പി ബുക്ക്. രാവിലെ ലിയാസ് പറയുന്നുണ്ടായിരുന്നു കോപ്പി എഴുതാൻ. രാവിലെ സാറ് വന്ന് എടുക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സാർ ക്ലാസ്സിൽ കൂടെ പോകുമായിരുന്നു. എഴുതിയൊരു വലിയ കമ്മ്യൂണിറ്റി അവിടെ നിൽക്കായിരുന്നു. കുറച്ച് പേര് എഴുതാത്തവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രസകരമായ അനുഭവങ്ങൾ. ഓക്കെ, താങ്ക് യു. പറയണ്ടല്ലോ, ഞാൻ +2 വരെ ഇവിടെയാണ് പഠിച്ചത്. അതിനുശേഷം ഡിഗ്രിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ പിന്നെ ഡോൺ ബോസ്കോ കോളേജിൽ ഒരു 3 വർഷം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BEd കഴിഞ്ഞു. പിന്നെ അമ്പലൽ സ്കൂളിൽ കഴിഞ്ഞ വർഷം ഗവൺമെൻറ് സ്കൂളിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പം അറ്റ് പ്രസൻറ്റ് സേക്രഡ് ഹാർട്ട് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 കൊമേഴ്സ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു കാലഘട്ടമായിരുന്നല്ലോ നമ്മുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 വരെയുള്ള ഒരു സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഗ്യാസ് ഇപ്പോൾ പറഞ്ഞ ബോംബ് കഥ വെക്കുന്നത്. ഉച്ചയ്ക്ക് വീട്ടിൽ പോലും വിട്ടില്ല, സ്കൂൾ ഫുഡ് കഴിക്കാൻ കയറ്റം കടച്ചു കൂട്ടിയിട്ട്. നാളെ ഇവനെ കണ്ടപ്പോഴും ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു. +2ൻ്റെ ഒരു ഗെറ്റ് ടുഗെദർ കഴിഞ്ഞതിന് ശേഷം ജൗഹറാന്ന് തോന്നുന്നു ഗ്രൂപ്പിൽ ഇതുപോലെ നമുക്കും കൂടണ്ടേ എന്ന് ചോദിച്ചൊരു ഡിസ്കഷനൊക്കെ വന്നത്. പക്ഷേ ഇതുപോലെ ഒരു ഇതായിരുന്നില്ല നമ്മൾ ആഗ്രഹിച്ചത്. ഈ ഒരു സ്റ്റേജും ടീച്ചേഴ്സിൻ്റെ അഭാവവും സ്റ്റുഡൻസിൻ്റെ അഭാവവും നന്നായിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ അടുത്തൊരു ഗെറ്റ് ടുഗെദർ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഇത്രയ്ക്കുള്ളതിനെ പറ്റി പറയാം. ഹസ്ബൻഡ് കുവൈത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ കല്യാണം കഴിച്ചത് മാളിക സ്കൂളിൻ്റെ അടുത്തേക്കാണ്. സോ ഇത്രയ്ക്കുള്ളതിനെ പറ്റി പറയുന്നതിന് താങ്ക് യു. അവർക്കും അറിയുന്നതാണ്, നമ്മൾ അധ്യാപകരെ പോലെ തന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വിജയശേഖരൻ. അപ്പോൾ വിജയശേഖരന് കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ, അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടാവും. വിജയശേഖരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ആതിര VS. ആക്ച്വലി 2 പേരുണ്ട് ക്ലാസ്സിൽ, ഒരു 2 ആതിരമാര്. അപ്പോൾ ഇനിഷ്യലായിട്ടാണ് എല്ലാവരും അഭിസംബോധന ചെയ്യാറ്, VS ആണ് ചെയ്യാറ്. എൻ്റെ പേര് VS എന്നാണ്. എൻ്റെ 1 മുതൽ 10ാം ക്ലാസ് വരെ എൻ്റെ ജീവിത കാലം എന്ന് വെച്ചാൽ ഇവിടെ തന്നെയായിരുന്നു, ഇവരുടെ കൂടെ തന്നെയായിരുന്നു. എനിക്ക് പ്രിയപ്പെട്ട ഒരു സാറായിരുന്നു യോയോക്കി സാറ്. ഞാൻ സാറിൻ്റെ കൂടെ സ്പോർട്സിലുണ്ടായിരുന്നു. കുറേ വർഷം ഞങ്ങൾ ഒരുമിച്ച് കുറേ ഇതിലൊക്കെ സ്പോർട്സിലൊക്കെ പോയിരുന്നു. പിന്നെ ശശി സാറിൻ്റെ ഞാൻ എപ്പോഴും ഇൻസ്പയർ ആയത് എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്. ശശി സാറിൻ്റെ ക്ലാസ് കാണണം, വളരെ സൂപ്പറാന്ന് പറയും. സാറ് ടെക്സ്റ്റ് ബുക്ക് എടുക്കാറില്ല, ഒന്നും എടുക്കാറില്ല. ബട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ ക്ലാസ്സിലിരുന്നാൽ മനസ്സിലാക്കാന്നുള്ള ഒരു ഇത് എൻ്റെ ഏട്ടൻ എപ്പോഴും പറയാറുണ്ട്. ഏട്ടൻ്റെ പേര് വിജയകുമാർ എന്നാണ്, അറിയുമായിരിക്കും. പിന്നെ സോമൻ സാറിൻ്റെ ഹിന്ദി ക്ലാസ് ഓൾമോസ്റ്റ് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും സാറിൻ്റെ ക്ലാസ് വരാറ്. സോ സ്വാഭാവികമായും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സാറിൻ്റെ സ്റ്റോറി കേട്ടിരിക്കുമ്പോൾ ഉറക്കം വരാറാണ് പതിവ്. അതും സാറിൻ്റെ ഒരു താളമുണ്ട്. ആ താളം എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു സ്ലിപ്പ് പേജിൽ പോയി നിൽക്കുമ്പോഴായിരിക്കും സാറ് ഭയങ്കര സൗണ്ട് എടുത്തിട്ട് പറയാം. പിന്നെ ഞെട്ടി എണീക്കലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നിറയെ ഓർമ്മകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പ്രസൻ്റ്ലി ഞാൻ വർക്ക് ചെയ്യാണ്. ഞാൻ ബാങ്ക് മാനേജറാണ്. ഇപ്പോൾ
ഞാൻ പഠിച്ചത് 10 വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. +1 +2 മീനങ്ങാടി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, സ്വാഭാവികമായിട്ട് പുറത്തായിരുന്നു. 4 വർഷം പഞ്ചാബിലുണ്ടായിരുന്നു, ഒരു 3.5 വർഷം ജാർഖണ്ഡിലായിരുന്നു, ഇപ്പോൾ ഒരു 3.5 വർഷം തമിഴ്നാട്ടിലുണ്ട്. അവിടെ ഇപ്പോൾ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്നത് കുന്നൂർ ബ്രാഞ്ചിലാണ്. ആസ് എ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ. ഒരുപാട് ഇപ്പോൾ ജോമോൻ്റെ കാര്യം പറഞ്ഞ പോലെ ഞങ്ങളെയൊക്കെ അന്ന് ഒരു നല്ല ഓർമ്മ എന്ന് വെച്ചാൽ അത് മാത്രമായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നു. ഒരു നല്ല ഇപ്പോഴും പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ഇൻസിഡൻ്റ് ആണ്. ഞങ്ങൾ കുറച്ച് വികൃതികളും ഇതൊക്കെ കളിച്ച ബാച്ചാണ് എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം 10ൽ കുറച്ച് അലമ്പൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, സ്വാഭാവികം. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ഒരു നല്ല മൊമെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഉള്ള പ്രസന്റ്. എൻ്റെ പേര് ജൗഹർ, എല്ലാവർക്കും അറിയില്ലേ? ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പോൾ എനിക്ക് ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു, എല്ലാവരും ഒന്ന് കാണാം, SLC ഗ്രാജുവേറ്റ് എല്ലാവരെയും ഒന്ന് കാണാം, ഒന്ന് കണ്ട് ഒന്ന് കൂടാനും നമ്മുടെ പഴയ ഓർമ്മകളൊന്ന് ഓർത്തെടുക്കാനുള്ള ഒരു ഗ്രൂപ്പാക്കിയിട്ട് നമ്മൾ വാട്സപ്പ് കൂട്ടായ്മയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് എല്ലാവരും നമ്പറും അവിടുന്ന് ഇവിടുന്ന് കളക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പാക്കി അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രോഗ്രാം വെക്കാൻ തന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ഈ ആരവം എന്ന പരിപാടി. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്, പുറത്താണ്. ഇപ്പോൾ വന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പരിപാടി വെച്ച എല്ലാവർക്കും വന്നതിലും എല്ലാ സന്തോഷവും പങ്കുവെച്ച് ഞാൻ നിർത്തുന്നു. പിന്നെ ഞാൻ 4ാം ക്ലാസ് മുതൽ +1 വരെ ഇവിടെ പഠിച്ചത്. +1 കല്യാണം കഴിഞ്ഞു പോയി. പെട്ടെന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് ബാച്ചിൽ കല്യാണം കഴിഞ്ഞാണ് ഞാനായിരിക്കും. പിന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല, വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ 2 മക്കളുണ്ട്. പിന്നെ ഹസ്ബൻഡ് പുറത്താണ്. ഇപ്പം ഞാൻ ചുല്ലോടനെയാണ് സെറ്റിൽഡ്. പിന്നെ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചിട്ടത്. ഞാൻ ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിൽ തന്നെ. പിന്നെ 1 മുതൽ 10 വരെ ഞാൻ ഇവിടെ പഠിച്ചത്. പിന്നെ കോഴിക്കോട് പോയി, +1 +2 കോഴിക്കോടായിരുന്നു. പിന്നെ BCom ചെയ്തു. പിന്നെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ റിസപ്ഷനിലായിരുന്നു. പിന്നെ അവിടുന്ന് കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു അമ്പലയിൽ മാർട്ടിൻ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ 2 കുട്ടികളുണ്ട്. ശരി, എന്നെ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ ആദ്യം തന്നെ ഞാൻ നന്ദി പറയാണ് ജൗഹർ, ഷാലു, സബീന. ഇവരാണ് ഇത് ഇങ്ങനെ ഒരു കൂട്ടായ്മ കൊണ്ടുവരണം, ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എല്ലാവരും ഒത്തുകൂട്ടിയത്. എല്ലാവരും പുറകോട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവന്നത് അവരാണ്. സബീന ഇവിടെ ഇല്ല. അപ്പോൾ ഒരുപാട് നന്ദി പറയാണ് അവൾക്ക്. കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വിളിക്കുമ്പോഴേക്ക് വന്ന ടീച്ചേഴ്സ് എല്ലാവരോടും നന്ദി പറയാണ്. സോമൻ സാറെ കണ്ടപ്പോഴേ എനിക്ക് ക്ലാസ് എടുത്ത കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. സാറ് വരുമ്പോഴേക്ക് ഞാൻ ബാക്ക് ബെഞ്ചിൽ പോയിക്കും. സാറിൻ്റെ അടുത്ത് കുറേ നുള്ളു വാങ്ങിയിട്ടുണ്ട്. ഹിന്ദി എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ശശി സാർ, എല്ലാവരോടും നന്ദി പറയാണ് വന്നത്. പിന്നെ എന്താ പറയണ്ടേ വെച്ചാൽ 1 മുതൽ 10ാം ക്ലാസ് വരെയാണ് ഞാനിവിടെ പഠിച്ചത്. നല്ല അനുഭവങ്ങളുണ്ടായിരുന്നു, തമാശകളുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ +1 +2 അമ്പലവയൽ. പിന്നെ ഡിഗ്രി കുന്നൂരാണ് പഠിച്ചത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞതും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 2 മക്കളുണ്ട്. ഹസ്ബൻഡ് ബാംഗ്ലൂരാണ്, റിലയൻസിൽ വർക്ക് ചെയ്യാണ്. ഇപ്പം ഞാൻ ഇൻഷുറൻസിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ പേര് താരിക, എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ വീട് ഇവിടെ തന്നെ ഫർണിച്ചറിൻ്റെ ബേക്കിലാണ്. ഞാൻ 1 മുതൽ 10 വരെ ഇവിടെ പഠിച്ചു. 1ാം ക്ലാസ്സിൽ ഒരിഞ്ഞ കരച്ചിലാണ്. അപ്പോഴാണ് രമേശ് സാർ ഓർമ്മ വരുന്നത്. സാറ് കൂടെ ചായ കുടിക്കാൻ പോകുമ്പോഴും എല്ലാവരും കൂടെ കൊണ്ടുപോയിരുന്നു. എപ്പോഴും കരച്ചില്ല. 1 വർഷത്തോളം ഇരുന്ന് കരഞ്ഞു. പിന്നെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഇവിടുന്ന്. എല്ലാവരെയും കാണുമ്പോൾ ഒത്തിരി സന്തോഷം. കുട്ടികളൊന്നും മനസ്സിലാവുന്നേ ഇല്ല, അവർക്ക് വല്ലാത്ത ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, B.Ed കഴിഞ്ഞു, PG കഴിഞ്ഞു. ഇപ്പോൾ ലിസ്റ്റിൽ ഹൈസ്കൂൾ ടീച്ചർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പിന്നെ ഹസ്ബൻഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, ഒരു മോനുണ്ട്, 3 വയസ്സായി. അത്രയൊക്കെ തന്നെ കേണിച്ചിട്ടാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. സാർമാരെ കണ്ടതിൽ വലിയ സന്തോഷം. ഒട്ടും പിന്നെ ഒരുപാട് പേരെ പ്രതീക്ഷിച്ചു, കുറച്ച് പേരെ കാണാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നന്ദി, താങ്ക് യു. എല്ലാവർക്കും അറിയാം, വട്ടോളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. കാരണം അന്നേ അങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഞാൻ 4ാം ക്ലാസ് മുതലാണ് ഇവിടെ പഠിച്ചത്. അതിന് കോട്ടക്കലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 4 മുതൽ 10ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് +2 ഡോൺ ബോസ്കോയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി സ്മിയാസിറ്റി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഫർണിച്ചറിൻ്റെ ഒരു ഹോൾസെയിൽ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞു, 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഇത്രയും കൂടുതലാണ്. ഷാനഹാൻ എന്നാണ്, 10 ഡി താഴെ ആണ് പഠിച്ചത്. പിന്നെ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം, മാഷ്മാരെ കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന, അതായത് പണിയും കുടുംബവും എല്ലാം ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് നോക്കുമ്പോൾ എന്താ പറയുക, ആ 10ാം ക്ലാസ് പഠിച്ച ആ ഒരു ഓർമ്മയും അവിടെയുള്ള ആ ഒരു മനസ്സും നമുക്ക് ആ സമയത്താണ് നമുക്ക് വരുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫിസിക്സ് പഠിപ്പിച്ച സാറ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാറെ ക്ലാസ്. നമുക്ക് സാറ് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ബാക്കിയുള്ളവർ പഠിപ്പിക്കുന്ന പോലെയല്ല, നമുക്കും വളരെ സിമ്പിളാണെന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു സാറായിരുന്നു. PT സാറൊന്ന് തല്ലി കിട്ടിയിട്ടുണ്ട്. ബെല്ലടിച്ചിട്ട് ക്ലാസ്സിൽ കയറാത്തതിന് വരുന്ന സമയത്ത് ഓടിച്ച് തല്ലലും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോമൻ സാറ് അറിയാം, പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. പിന്നെന്താ പറയുക, എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ നമ്മളെ കൂടെ പഠിച്ച 2 പേരാണ് വിനു, മനു. ഇവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 2-3 ദിവസമായിട്ട് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആ പ്രോഗ്രാമിലായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ എത്താൻ കഴിയാതിരുന്നത്. ഇപ്പോഴും അവിടെ നിന്ന് പോരാൻ കഴിയില്ല, കാരണം അവിടെ നിന്ന് എല്ലാവരെയും പിരിച്ചുവിട്ട് പന്തൽ ഒഴിവാക്കി കൊടുത്തിട്ടേ പോരാൻ കഴിയില്ല. അത്ര ബന്ധപ്പെട്ട ഒരു വ്യക്തിൻ്റെ മകളുടെ വിവാഹമായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അന്നത്തെ എല്ലാ മുഖങ്ങളും നമ്മൾ ഓർക്കുന്നില്ല, കുറച്ച് പേരൊക്കെ മനസ്സിലായിട്ടുള്ളൂ, പേര് അറിയില്ല, മറന്നുപോയി. എത്രയോ വർഷങ്ങൾ, അതായത് ഒരു 25 കൊല്ലം ആനപ്പാറ സ്കൂളുണ്ടായിരുന്നു ഞാൻ. അടുത്തതായി സതിലച്ചമ്മ ടീച്ചറിനെ 2 വാക്ക് സംസാരിക്കാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ കണ്ടപ്പം വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. മുഖമൊക്കെ പണ്ടത്തെ പലരുടെയും, ചിലരുടെയൊക്കെ മാറ്റമുള്ളൂ, ചിലരുടെ അതുപോലെയൊക്കെയാണ് മുഖം. ഞങ്ങൾ എന്നെ സബീനി ആരാണ് വിളിച്ചത്, വരുമോ എന്ത് ചോദിച്ചപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഒരു കല്യാണം ഉറപ്പിയിട്ടുണ്ടായിരുന്നു, തൊട്ടടുത്ത വീട്ടിലെയാണ്, സാറ് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ